നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന ചെന്നൈയിൻ എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം അവസാനിച്ചിരിക്കുന്നു. ആവേശകരമായ മത്സരത്തിൻ്റെ അന്ത്യം കുറിച്ചപ്പോൾ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. മത്സരത്തിൻ്റെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചതിനു ശേഷം രണ്ടാം പകുതിയിൽ പിറന്നത് 4 ഗോളുകളായിരുന്നു. വിൽമർ ജോൾഡാൻ ഗില്ലിൻ്റെ ഇരട്ട ഗോളുകളാണ് ചെന്നൈയിൻ എഫ്സിക്ക് വേണ്ടി ഇന്ന് വന്നത് എങ്കിൽ ഒരു ഓൺ ഗോളും ഡോറയുടെ ഗോളുമാണ് ഇന്ന് ഒഡീഷ എഫ് സിക്ക് മത്സരം സമനില പിടിക്കാൻ കഴിഞ്ഞത്. ആദ്യം ചെന്നൈയിൻ എഫ് സിയാണ് ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട രാഹുൽ കെ പിക്ക് ഇന്ന് ആദ്യ 11-ൽ തന്നെ രാഹുൽ കെ പിക്ക് ഒഡീഷ എഫ് സിയിൽ ചാൻസ് ലഭിക്കുകയും അത് താരത്തിന് മുതലെടുക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു. കാരണം ഓൺ ഗോൾ എന്ന് പറയുന്ന ഗോൾ ശരിക്ക് ISL താരത്തിൻ്റെ അതായത് ഓൺ ഗോൾ ആയിട്ടാണ് ക്രെഡിറ്റ് രേഖപ്പെടുത്തിയത് എങ്കിൽ പോലും രാഹുൽ കെ പിയുടെ ഒരു മികച്ച അക്രോബാറ്റിക് സ്റ്റൈൽ ബാറിൽ തട്ടിത്തെറിക്കുകയും അതുപോലെ അത് ഗോൾ കീപ്പർ നവാസിൻ്റെ മേലിടിച്ച് പോസ്റ്റിലേക്ക് പോവുകയും ചെയ്തതാണ് ഓൺ ഗോളായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ കെ പി ഏതാണ്ട് ഗോളിനടുത്തെത്തി എന്ന് തന്നെ വേണം പറയാം. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.